പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഈ ഒരു സെഷന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വചനത്തെ മാംസമാക്കി ലോകത്തിന് സമ്മാനിച്ച അമ്മ ഈ നിമിഷങ്ങളിൽ വചനം പഠിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിലെ വചന പഠനത്തിൽ എത്തുകയാണ്. മർക്കോസ് 10-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ കാണാൻ പോവുകയാണ്. 10-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 52 വരെ. ഇതൊരു യൂണിറ്റാണ്. ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രബോധനം ഇവിടെ അവസാനിക്കും. ഈ ഭാഗം കൂടെ അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് 11, 12, 13, 14, 15, 16 ഇതെല്ലാം ഈശോയുടെ അന്ത്യ രംഗങ്ങളാണ്. അല്ലെങ്കിൽ ജെറുസലേമിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസാനത്തെ ഒരാഴ്ചയാണ് ഇനി നമ്മൾ 11-ാമത്തെ അധ്യായം മുതൽ കാണാൻ പോകുന്നത്. ഇനി മർക്കോസിൻ്റെ സുവിശേഷം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വളരെ വേഗത്തിൽ ഓടിയ ഒരു ബസ്സാണിത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എപ്പോഴും നമ്മൾ കണ്ട ഒരു വാക്കാണ് പെട്ടെന്ന്, ഉടനെ, ഇമ്മീഡിയറ്റ്ലി, വേഗം, പെട്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് എല്ലാ എപ്പിസോഡും പറഞ്ഞ് ഇനി 11-ലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ സ്പീഡ് കുറയും. പിന്നെ ഇങ്ങനെ വർഷങ്ങളുടെ കഥ പറഞ്ഞു ആദ്യം, പിന്നീട് ഇത് മാസങ്ങളുടെ കഥ പറഞ്ഞു, പിന്നീട് ഇത് ആഴ്ചകളുടെ, ഒരാഴ്ചയുടെ മണിക്കൂറുകൾ, മിനിറ്റുകൾ, അങ്ങനെ സ്ലോ ഡൗൺ ചെയ്താണ് മർക്കോസ് ഇങ്ങനെ ഈ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത്. വളരെ വേഗത്തിൽ വന്നിട്ട് ഇനി പതുക്കെ വേഗത കുറയാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് തൊട്ട് മുമ്പ് 10-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, ഇത് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഭാഗമാണിത്. ഈ ബർത്തമിയൂസിൻ്റെ കാഴ്ച, അത് മനോഹരമായ, എനിക്ക് തോന്നുന്നു ബൈബിളിൽ എല്ലാവരും എപ്പോഴും കേട്ടിട്ടുള്ളതും പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ഒരു ഭാഗമാണത്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കാണാനുണ്ട്. നമുക്കത് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 46 മുതലുള്ള വാക്യങ്ങൾ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ തിമേയൂസിൻ്റെ പുത്രനായ ബർത്തമെയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരോ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ ഈ ഭാഗം ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രബോധനം ആരംഭിച്ചത്, പറയാവോ, ഒരു സംഭവത്തോടു കൂടിയാണ്. ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ടീച്ചിങ് തുടങ്ങിയത് ഒരു സംഭവത്തോടു കൂടിയാണ്. പറയാവോ? അന്ധന് കാഴ്ച കൊടുക്കുന്ന സംഭവത്തോടു കൂടിയാണ്. ആ കാഴ്ച കൊടുത്ത സംഭവത്തിൽ പെട്ടെന്ന് കാഴ്ച കൊടുക്കല്ല, ഘട്ടം ഘട്ടമായിട്ട്. ആദ്യം അവൻ്റെ കണ്ണിൽ ഇങ്ങനെ സ്പർശിച്ചു, എന്തെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, മരങ്ങളിങ്ങനെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ കൈവച്ചു, ഇനി എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ ഒരു മനുഷ്യരെ പോലെ ഇരിക്കുന്നു. അപ്പോൾ കർത്താവ് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആദ്യം എന്താ കാര്യം? ശിഷ്യന്മാർക്കെല്ലാം പതുക്കെ മനസ്സിലായി വരുന്നേ ഉള്ളൂ. കാഴ്ച പതുക്കെ കിട്ടുന്നു. ആർക്ക്? അന്ധനല്ല, ശിഷ്യന്മാർക്ക്. അതാണ് അതിൻ്റെ അർത്ഥം. ശിഷ്യന്മാർക്ക് പതുക്കെ എന്തിനെക്കുറിച്ചുള്ള കാഴ്ച? യേശു ദൈവമാണ് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ച പതുക്കെ കിട്ടുന്നു. അത് പറഞ്ഞാൽ തുടങ്ങിയത്. ഈ പ്രബോധനം എല്ലാം കഴിയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് അത് സമാപിക്കുന്നത് ഒരു അന്ധന് കാഴ്ച കൊടുത്തുകൊണ്ടാണ്. ആ കാഴ്ച എങ്ങനെയാണ്? പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം എത്തുമ്പോഴേക്കും ശിഷ്യന്മാർക്ക് ഈ കാര്യത്തിൽ കുറച്ച് വ്യക്തത കിട്ടി, അല്ലെങ്കിൽ കിട്ടണം എന്നാണ് മർക്കോസ് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗം എത്തുമ്പോൾ ഉറപ്പാവണം എന്താണ്? യേശു
ദൈവപുത്രനാണ്, യേശു ദൈവമാണ്, യേശു മിശിഹായാണ്. ഇത് മനസ്സിലാവണം. അപ്പോൾ അതാണ് ഈ എപ്പിസോഡിൻ്റെ പ്രാധാന്യം. ഇനി വേറൊരു കാര്യം ഇവിടെ നമ്മൾ കാണാനുള്ളത്, സബദി പുത്രന്മാരോട് ഈശോ എന്താ ചോദിച്ചേ? ഞാൻ നിങ്ങൾക്ക് അല്ലേ? അന്ധനോട് എന്താ ചോദിച്ചേ? സെയിം ചോദ്യമാണ്. അവർ രണ്ടും കൂടെ നടന്നവരാണ്. അവരോട് ചോദിച്ചു, എന്നാ വേണ്ടേ, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? അവർ പറഞ്ഞു, സ്ഥാനം വേണം. വഴി ഇരുന്നവനോട് ചോദിച്ചു, നിനക്ക് എന്നാ വേണ്ടേ? എനിക്ക് കാഴ്ച വേണം. മർക്കോസ് ഈ പാരഡോക്സ്, ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, കൂടെ നടക്കുന്നവർ ചോദിക്കാൻ മറന്നത് വഴിയിലിരുന്നവൻ ചോദിച്ചു. മനസ്സിലായി? കൂടെ നടക്കുന്ന, എപ്പോഴും കൂടെ നടക്കുന്നവർ ചോദിക്കുന്നത് ചക്കയും മാങ്ങയാണ്. വഴിയിരിക്കുന്നവൻ പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടെ നിന്നെ ഒന്ന് മനസ്സിലാക്കി തരാവോ എന്ന് ചോദിച്ചു. എനിക്ക് നിന്നെക്കുറിച്ച് കുറച്ചുകൂടെ വെളിച്ചം തരാവോ? വ്യത്യാസം മനസ്സിലായോ? സെയിം ചോദ്യമാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, കാഴ്ച കിട്ടണം, വീണ്ടും കിട്ടണം എന്ന് പറഞ്ഞു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഓൾറെഡി പണ്ട് ചെറുപ്പത്തിൽ കാഴ്ച ഉണ്ടായിരുന്നതാണ്, പോയതാണ്, തിരിച്ചു തരണം. അപ്പം സെയിം ചോദ്യമാണ്, അത് ശ്രദ്ധിച്ചോണം. ഇനി വാക്യം 46 വായിച്ചേ. അവർ എവിടെത്തി? ജെറിക്കോയിലെത്തി. ജെറുസലേമിൽ നിന്ന് 15 മൈൽ അകലെയാണ് ജെറിക്കോ എന്ന് പറഞ്ഞാൽ 15 മൈൽ വ്യത്യാസത്തിലായി ജെറുസലേമിൽ നിന്ന്. അപ്പോൾ ഏതാണ്ട് ഒരു 20-26 കിലോമീറ്റർ അപ്പുറത്താണ് ഈശോ എത്താറായി. ജെറിക്കോയിലെത്തി. ഈ ജെറിക്കോ കേൾക്കണേ, ജെറിക്കോയുമായി ഈശോയ്ക്ക് വല്ല ബന്ധമുണ്ടോ? ജെറിക്കോയുമായിട്ട് ഈശോയ്ക്ക്, അതായത് ഇപ്പം നമ്മൾ പറയും, ഇപ്പോൾ ചില പറയത്തില്ലേ, കോട്ടയം, എവിടെ നിൻ്റെ വീട്? കോട്ടയം. ആ, കോട്ടയത്തിൻ്റെ അമ്മ വീടാണ്, കോട്ടയത്തിൻ്റെ ബന്ധുക്കളുണ്ട്. അങ്ങനെ വല്ല ബന്ധമുണ്ടോ ഈശോയ്ക്ക്? ഈശോയുടെ പൂർവിക പരമ്പരയിലെ ഒരു വല്യമ്മ ഈ നാട്ടുകാരിയായിരുന്നു. പേര് പറയാവോ? റാഹാബ് എന്ന വേശ്യ. ജെറിക്കോ വല്യമ്മച്ചിയുടെ സ്ഥലമാണ്. ജെറിക്കോയിലെത്തി. നമ്മളിപ്പോൾ പാമ്പാടി ചെന്നു. നിങ്ങൾ പാമ്പാടി ചെല്ലുമ്പോൾ, പാമ്പാടിയിൽ നിങ്ങളുടെ അമ്മ വീടുണ്ടെങ്കിൽ, ആ എൻ്റെ അമ്മ വീടാണ് നിങ്ങൾ ഓർക്കില്ലേ? ഇപ്പോൾ ഈശോ ഓർത്തിട്ടുണ്ടാവുമോ? ഓർത്തിട്ടുണ്ടാവും. റാഹാബിനെ ഓർത്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഓർത്തിട്ടുണ്ടാവും, ഇല്ലേ? ജെറിക്കോയിലെത്തിയപ്പോൾ അവരൊരു വേശ്യാസ്ത്രീയായിരുന്നു. അവർ ഈശോയുടെ മുതുമുത്തച്ഛിയായിട്ട് വരും. മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലി വായിച്ചാൽ മതി. മുതുമുത്തശ്ശിയാണ്, വല്യമ്മച്ചി, വല്യമ്മച്ചി, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അമ്മച്ചിയെ ഓർത്തിട്ടുണ്ടാവും. ഓർത്തെന്തെന്നറിയോ? ആ സ്ത്രീ കാനാൻ ദേശം കീഴടക്കാൻ വന്ന ചാരന്മാരെ ഒളിപ്പിച്ചു വെച്ചു. എന്ത് പറഞ്ഞിട്ടാണെന്നറിയാമോ? എനിക്ക് ഉറപ്പാണ് ഈ നഗരം നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒളിപ്പിച്ച് നിർത്തുകയാണ്. ഈ നഗരം നിങ്ങൾ കീഴടക്കുമ്പോൾ എന്നെ, എൻ്റെ വീട്ടുകാരെയും ഓർത്തോണം. വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ട് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ റാഹാബ് എന്ന ഈ മുത്തശ്ശിയെ ചൂണ്ടിക്കാണിക്കും പിന്നീട്, വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ട്. അപ്പോൾ ആ ജെറിക്കോയിലെത്തിയപ്പോൾ കർത്താവ് വിശ്വസിക്കുക ആ വലിയ മുതുമുത്തച്ഛിയെ ഓർത്തോണ്ട് നടക്കുമ്പോൾ വഴിയരികിൽ നിന്ന് ഒരു നിലവിളി, യേശുവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണേ, അവിടെ നിന്നു. അപ്പോൾ ജെറിക്കോ ഈശോയും തമ്മിലുള്ള ബന്ധം അതാണ്. ഈ ജെറിക്കോ ലോകത്തിലെ ഏറ്റവും പുരാതന നഗരമാണ്. ദ ഓൾഡസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡാണ് ജെറിക്കോ. ലോകത്തെ ഏറ്റവും പുരാതന നഗരമാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ യേശുവിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. കാരണം എന്തെന്നറിയാമോ? ഈ അന്ധയാചകൻ വിളിച്ച് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആളുകൾ അവനെ വഴക്ക് പറയണം, മിണ്ടരിടാ, മിണ്ടാതിരിടാ. ഒരുപാട് ആളുണ്ട്. കാരണം എന്താ അറിയാം, ഇവരെങ്ങോട്ട് പോവാണ്? ജെറുസലേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെസഹാ തിരുനാൾ അടുത്തു കഴിഞ്ഞു. പെസഹാ തിരുനാളിന് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എല്ലാ യഹൂദന്മാരും ജെറുസലേമിൽ എത്തുന്ന സമയമാണ്.
അപ്പോൾ സിറ്റികളെല്ലാം പോപ്പുലേറ്റഡ് ആണ്, ഭയങ്കര ഓവർ ക്രൗഡഡ് ആണ്. അപ്പോൾ ആ വലിയ ആൾക്കൂട്ടവും തിരക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഭിക്ഷക്കാരൻ അവൻ എന്ത് ചെയ്തു? വല്ലതും കിട്ടുമോ, ധർമ്മം കിട്ടുമോ എന്നറിയാൻ വേണ്ടി വഴി വന്നിരിക്കുകയാണ്. പെരുന്നാളാണ്, പെരുന്നാളിന് വഴി വന്നിരിക്കുകയാണ് ഭിക്ഷക്കാരൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ആളുകൾ വേറെ ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ ഈശോ നടന്നു പോകുന്നു എന്ന് കേട്ടു. അവൻ്റെ ഈ പതിവില്ലാത്തൊരു ബഹളം കേട്ടിട്ട് എന്താണ് ഇവിടെ സംഭവം, ആരാണ്, എന്താണ്? അപ്പോൾ പറഞ്ഞു, നസറായനാ ഈശോ നടന്നു പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനെന്ത് ചെയ്തു? അവിടെ നിന്നിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, യേശുവേ. ജോയൽ 2:31 അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇവിടെ യേശുവിൻ്റെ നാമം വിളിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വിളിക്കുന്ന മനുഷ്യർ ഒരാൾ ഈ അന്ധനാണ്. യേശുവേ, അവൻ്റെ നാമം വിളിക്കുകയാണ്. യേശുവേ, ദാവീദിൻ്റെ പുത്ര, ദാവീദിൻ്റെ പുത്രനാ യേശുവേ. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, ഈ ദാവീദിൻ്റെ പുത്ര എന്നും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആദ്യമായിട്ട് വിളിക്കുന്നത് ഈ അന്ധനാണ്. മർക്കോസ് ഇതെല്ലാം എന്തിനാ പറയുന്നത് അറിയാമോ? ഈ കൂടെ നടന്നോ ഇതുവരെ വിളിച്ചിട്ടില്ല ദാവീദിൻ്റെ പുത്രന്ന്, വഴിയിരിക്കുന്നവൻ വിളിക്കുകയാണ്. മർക്കോസ് പറയാതെ പറയുകയാണ്. കൂടെ നടക്കുന്നവർ മിസ് ചെയ്യുന്നത് പലതും അകന്നിരിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായി? കൂടെ നടക്കുന്നു എന്ന് ഭാവിക്കുന്നവർക്ക് കിട്ടാത്തത് പലതും വഴിയിരിക്കുന്നവന് കിട്ടുന്നുണ്ട്. കാരണം എന്താണ്? അവൻ്റെ ലക്ഷ്യം കറക്റ്റാണ്. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. അപ്പോൾ യേശുവേ, ദാവീദിൻ്റെ പുത്ര. ഇനി വേറൊരു കാര്യം എന്താ അറിയാം? എല്ലാവരും അവനോട് എന്താ പറഞ്ഞേ? യേശുവിൻ്റെ നാമം വിളിച്ചപ്പോൾ ആളുകൾ എന്താ പറഞ്ഞേ? പറ, എന്ത് പറഞ്ഞു? മിണ്ടരാ. എന്നാ പിന്നെ മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞായിരുന്നെങ്കിലോ യേശു അവിടെ നിൽക്കത്തുമില്ല, ഇവന് കാഴ്ച കിട്ടത്തുമില്ല, ഇവൻ യേശുവിൻ്റെ പുറകെ പോകത്തുമില്ല. ഇനി ഒരു കാര്യം കേട്ടോണം, ആരാ പറഞ്ഞ മിണ്ടാതിരിക്കാൻ? ഈ അടുത്ത് നിന്ന ആളുകളെ പറഞ്ഞേ, എടാ മിണ്ടാതിരിടാന്ന് പറഞ്ഞ് അവനെ നിശബ്ദനായിട്ടിരിക്കും, മിണ്ടാതിരിക്കും, ബഹളം വെക്കരുത് എന്ന് പറഞ്ഞ് ഇവൻ പൂർവാധികം ഉച്ചത്തിൽ, അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്ക്, അവനെ വിളിക്ക്. അപ്പോൾ ഉണ്ടല്ലോ അടുത്ത ഡയലോഗ്. ഈ അടുത്ത് നിന്നവൻ നേരത്തെ എന്നാ പറഞ്ഞേ? മിണ്ടരുതാ, മിണ്ടരുത് എന്ന് പറഞ്ഞവൻ അടുത്ത് എന്താ പറഞ്ഞേ? അവർ അവനോട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, എഴുന്നേക്ക്, യേശു നിന്നെ വിളിക്കുന്നു. ഞാൻ പറയട്ടെ നിങ്ങളോട്, ശ്രദ്ധിച്ച് കേട്ടോ. അവൻ്റെ നാമം വിളിക്കുമ്പോൾ നിന്നോട് ആദ്യകാലങ്ങളിൽ മിണ്ടരുതെന്ന് പറയുന്നവർ തന്നെ നിന്നോട് പറയും, നീ അവൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഉറപ്പ് 100 വട്ടം ഉറപ്പ് അങ്ങ് പറയും. എന്നറിയോ? ഈ വിളിക്കുന്ന നിർത്തരുത്. ഈ അവനും ഇവനും പറയുന്ന കേട്ട് നിർത്തരുത്. മനസ്സ് മടുക്കരുത്. മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങളിൽ മനസ്സ് മടുക്കരുത്. കീപ്പ് ഓൺ കോളിംഗ് ഹിസ് നെയിം ആൻഡ് യു വിൽ ബി കോൾഡ് ബൈ യുവർ നെയിം. വിളിക്കവനെ, അവനെ വിളിക്കും. അവനെ വിളിക്കാൻ പറഞ്ഞു, കൊണ്ടുവാ. അടുത്ത് അറിയോ? അയ്യോ, ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എന്തിനാ വിഷമിക്കുന്നത്? പൈസ വല്ലതും വേണോ? ബ്രേക്ക്ഫാസ്റ്റ് വേണോ? ആരാ? മിണ്ടിപ്പോരുതെന്ന് നേരത്തെ പറഞ്ഞവനാണ്. ഇന്നലകളിൽ നിന്റെ വായടച്ചവർ, നാവ് പൂട്ടിയവർ, വാ പൊത്തിയവർ നിന്നോട് പറയും, വാ ഇരിക്കും, ഇവിടെ ഇരിക്കുക, ഈ നല്ല കസേരയിലിരിക്കുക. അതാണ് യേശുവിൻ്റെ നാമം വിളിച്ചാൽ ഉള്ള പ്രയോജനം. വേറെ ഒരു പേരും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. വേറെ ഒരു പേരിനെ മുദ്രാവാക്യം വിളിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് അറിയാം, അതായത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ജോ ബൈഡൻ സിന്ദാബാദ്, ജോ ബൈഡൻ സിന്ദാബാദ്, നരേന്ദ്രമോദി സിന്ദാബാദ് ഞാൻ വിളിക്കാണ് ഇവിടെ നിന്ന്. ഞാൻ ഇവിടെ നിന്ന് വിളിക്കാണ്. ഈ തിരുവനന്തപുരത്ത് വേറ്റിനാടിരുന്ന് ഞാനിങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നെന്ന് ജോ ബൈഡൻ അറിയുന്നുണ്ടോ? ഉണ്ടോ? നരേന്ദ്രമോദി അറിയുന്നുണ്ടോ? എന്നാൽ ഞാൻ ഇവിടെ ഇരുന്ന് ജയ് യേശു എന്ന് വിളിച്ചാൽ അവൻ ആ സെക്കൻഡിൽ അതറിയും. അതാണ് വ്യത്യാസം. ആ സെക്കൻഡിൽ അവൻ അതറിയും. അതാ വ്യത്യാസം. ലോകത്തൊരുത്തനും വേണ്ടി ജയ് വിളിച്ചിട്ടോ ജീവിച്ചിട്ടോ കാര്യമില്ല. അവന് വേണ്ടി ജീവിച്ച കാര്യമുണ്ട്. മനസ്സിലായോ? അവന് വേണ്ടി
അവൻ്റെ നാമത്തെ പ്രതി അവനെ സ്നേഹിക്കാൻ വേണ്ടി ജീവിച്ചാൽ അതിനേ ഉള്ളൂ കാര്യം, വേറെ ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് ഈ ചെറുക്കൻ, ഈ പിച്ചക്കാരൻ പാവം. ബർത്തമീയൂസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബർത്തമീയൂസ് എന്ന് പറഞ്ഞാൽ തിമേയൂസിൻ്റെ മകൻ എന്നാണ്. സൺ ഓഫ് തിമേയൂസ് എന്നാണ് ബർത്തമീയൂസ് എന്ന അതിൻ്റെ അർത്ഥം. ബർ യോന എന്താ അർത്ഥം? യോനായുടെ പുത്രനായ ശിമയോനെ അല്ലേ? ശിമയോൻ ബർ യോന, യോനായുടെ പുത്രനായ ശിമയോനെ. ബറാബാസ് എന്താ അർത്ഥം? ആബായുടെ പുത്രൻ. ബറാബാസിൻ്റെ അർത്ഥം അതാ. ആബ പിതാവിൻ്റെ പുത്രൻ എന്നാണ് ബറാബാസ്. ബറാബാസിൻ്റെ ശരിക്കുള്ള പേരറിയാവോ? യേശു ബറാബാസ്. അങ്ങനെയാണ് അയാളുടെ പേര്, യേശു ജീസസ് ബറാബാസ്. അവനെയാണ് അപ്പുറത്ത് നിർത്തുന്നത്. യേശു ക്രിസ്തു ഇപ്പുറത്തും യേശു ബറാബാസ് അപ്പുറത്തും. പിതാവിൻ്റെ പുത്രൻ യേശു ക്രിസ്തു ഇപ്പുറത്തും പിതാവിൻ്റെ പുത്രൻ ബറാബാസ് അപ്പുറത്തും. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെ വേണം? അപ്പോൾ അതാണ് ബർ സൺ ഓഫ്, പുത്രനായ. അപ്പം തിമേയൂസിൻ്റെ പുത്രനായ ബർത്തമേയൂസ് അവൻ കിടന്ന് ഉറക്കെ വിളിച്ചു, ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയണേ. എന്തൊരു പവർഫുള്ളായ ക്യാരക്ടറാണിത്. പിച്ചക്കാരനൊക്കെയാണ് കാര്യം ശരിയാണ്, പക്ഷേ ഇവിടെ സ്ട്രോങ് ആണ്. നാവടക്കൂ ഭിക്ഷയാചിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് വരില്ല, മാറടാ യേശുവേ. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ച് ചാടി യേശുവിൻ്റെ അടുത്ത് എത്തി. പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ്, ഭയങ്കര വിലപിടിപ്പുള്ള പുറങ്കുപ്പായൊന്നുമല്ല, ഓവർ കോട്ടൊന്നുമല്ല. പക്ഷെ അവനത് പുതയ്ക്കാൻ അതേ ഉള്ളൂ, പാവപ്പെട്ടവൻ അതേ ഉള്ളൂ. അവനുണ്ടായിരുന്ന ഏറ്റവും വിശിഷ്ടമെന്ന് തോന്നിയത് അവൻ കളഞ്ഞു അല്ലേ? അവന് ഏറ്റവും വലുത് ഇതായിരുന്നു, അതവൻ കളഞ്ഞിട്ട് കുതിച്ച് ചാടി യേശുവിൻ്റെ അടുത്തെത്തി. നിങ്ങളതൊക്കെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കണം. അവൻ തുള്ളിച്ചാടി കർത്താവിന്, കണ്ണ് കാണാത്തവനാന്ന് ഓർത്തോണം, ഈ സ്വരം കേട്ട സ്ഥലത്തേക്ക് ഓടി പാഞ്ഞ് അവിടെ എത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധനവനോട് പറഞ്ഞു, ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അടുത്ത വാക്യം, അവൻ യേശുവിനെ അനുഗമിച്ചു. കേട്ടോണേ, അവൻ യേശുവിനെ അനുഗമിച്ചു. ഇത് പറയുമ്പോൾ ഇത്തിരി മുമ്പ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സാധനം നടന്നിട്ടുണ്ട്. അവൻ യേശുവിനെ അനുഗമിച്ചു. വേറൊരുത്തനോ സങ്കടത്തോടെ തിരിച്ചുപോയി. സങ്കടത്തോടെ തിരിച്ചു, വിഷാദിച്ച് വിഷമിച്ച് തിരിച്ചുപോയി. കർത്താവ് പറഞ്ഞു, നീ എന്നെ അനുഗമിക്ക്, എല്ലാം വിറ്റിട്ട് എന്നെ അനുഗമിക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പണമുള്ളവന് പറ്റാത്തത് ഈ പാവപ്പെട്ടവന് പറ്റും. അതിൻ്റെ കാരണം അവന് ഈ പിടിച്ചു നിർത്താൻ അധികമൊന്നുമില്ല, കളഞ്ഞിട്ട് വരാൻ എളുപ്പമുണ്ട്. മറ്റവന് ഒരുപാടുണ്ട്. അതാണ്, ഒരുപാട് കളയാനുണ്ടെങ്കിൽ അവൻ്റെ പുറകെ പോകാൻ പാടായിരിക്കും. ഒത്തിരി ഒന്നും കളയാനില്ലെങ്കിൽ എളുപ്പമുണ്ട്, വേഗം കളഞ്ഞിട്ട് പോവാം. അവൻ യേശുവിനെ അനുഗമിച്ചു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ശിഷ്യത്വത്തെക്കുറിച്ച് അങ്ങ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഓരോ ഭാഗത്തെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കപ്പെടാൻ അങ്ങ് ആഗ്രഹിക്കുന്ന പാഠഭാഗങ്ങളാണ്. അവയെല്ലാം ജീവിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി പറയുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.